ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ഇവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോൾ കല്ലുകളെല്ലാം നിലത്തേക്കാണ് പതിച്ചത്. ഒരാൾ പോലും അവളെ കല്ലെറിയാൻ തയ്യാറായില്ല. അതിനർത്ഥം ലോകത്തിൽ പാപമില്ലാത്തവനായി ആരുമില്ലെന്ന് തന്നെ. 50 നോയമ്പിൻ്റെ കാലത്തിൽ നമ്മുടെ പാപങ്ങൾക്കുള്ള പരിഹാരം ചെയ്യാനാണ് പിതാവ് ആഗ്രഹിക്കുന്നത്. പിതാവ് ആഗ്രഹിക്കുന്ന പരിഹാരം 3 തരത്തിലാണ്. ഒന്നാമതായി പ്രാർത്ഥന. പ്രാർത്ഥനയിലൂടെ പിതാവിനോട് കൂടുതൽ സംസാരിക്കുവാനും അടുക്കുവാനും നമുക്ക് സാധിക്കട്ടെ. രണ്ടാമതായി ദാനധർമ്മം. പിതാവ് നൽകിയതിൽ നിന്ന് ആവശ്യമായവ എടുത്ത് ബാക്കിയെല്ലാം ദാനം ചെയ്യാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അന്ത്യവിധിയിൽ നിന്റെ സമ്പത്തിന്റെ കണക്കെടുക്കുമ്പോൾ അതിൽ ലൗകിക നേട്ടങ്ങൾക്കല്ല സ്ഥാനമുള്ളത്, ആത്മീയ നേട്ടങ്ങൾക്കാണ്. ആത്മീയതയിൽ ആന്തരികമായി വളരാൻ ഈ നോയമ്പുകാലം നമ്മളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ സ്നേഹം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ആമീൻ.